നമസ്കാരം. ഇന്നെനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ കുറേയേറെ ആൾക്കാർക്ക് വളരെ പ്രത്യാശ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ PV അൻവർ MLA രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. വളരെ ഷെയ്ഡി ക്യാരക്ടറാണെന്ന് ഉള്ള പിക്ചറിലും പ്രിസംഷനിലുമാണ് ആളുകൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ ബോംബായിരുന്നു. അതിന് മറുപടിയില്ല, ആർക്കും മറുപടിയില്ല, ഒരു നേതാക്കന്മാർക്കും മറുപടിയില്ല. അതിനെപ്പറ്റി ആളുകൾ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഡെയിലി അൻവറിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ TV ഓൺ ചെയ്യുന്നത്. അപ്പോൾ സോ മച്ച് ഓഫ് എന്തൂസിയാസം ഹി ഹാസ് ബ്രോട്ട് ഇൻ ടു ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ളത് അദ്ദേഹം ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇന്നിപ്പോൾ രാവിലെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ് ഡെയിലി TVക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നൊരു ആവേശത്തിലാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഇന്ന് പറഞ്ഞ് ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്, 14 ജില്ലകളിലും എൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തും, അത് കൂടുതൽ യുവാക്കളായിരിക്കും, ഇതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോയി. ഇത്ര ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് കേരളമാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. നമ്മളെ മുമ്പിൽ അനുഭവങ്ങളെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി വന്നൊരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഞങ്ങളും എല്ലാം അതിൽ ആകൃഷ്ടപ്പെട്ടവരാണ്. ഇന്ന് എവിടെ ആം ആദ്മി പാർട്ടി? അവർ ഇലക്ഷന് നിർത്തിയിട്ട് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല സ്ഥാനാർത്ഥികൾക്ക്. അതേപോലെ 2020 വന്നു, വലിയൊരു പ്രത്യാശ. അദ്ദേഹം വന്നു നിന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ കയ്യിൽ APD കേരളത്തെ സാബു മോലാളി കിറ്റക്സിൻ്റെ ഇല്ലേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഭരണിക്കണമെന്ന്. ഇപ്പം 2020 പറ്റി കേൾക്കാനുണ്ടോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം 3-4 സ്ഥാനാർത്ഥികളെ അദ്ദേഹം തിരഞ്ഞെടുത്ത ക്രിസ്ത്യൻ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുത്ത് നിർത്തിയിട്ട് 8 നിലയിൽ പൊട്ടി പാർലമെൻറ്റ് ഇലക്ഷൻ. അതിനു മുമ്പ് 7 സ്ഥാനാർത്ഥികളെ നമ്മൾ നിയമസഭാ ഇലക്ഷൻ നിർത്തി, അവരും പൊട്ടി 8 നിലയിൽ. അപ്പോൾ പൊട്ടി പോവുകയാണ്. അതാണ് കേരളം. പെട്ടെന്നൊന്നും ഒരു മാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പണ്ട് തൊട്ടേ 1957 തൊട്ടേ ഒരു ബൈപോളാർ എന്ന് വെച്ചാൽ ഒന്നീ CPM ഇടത് അല്ലെങ്കിൽ വലുത്, ആ ലെവലിൽ നിൽക്കുക. അതുകൊണ്ടാണല്ലോ BJP ഇവിടെ ക്ലച്ച് പിടിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് PV അൻവറിനോട് എനിക്ക് പറയാനുള്ളത്, വളരെ ഈ പ്രത്യാശ നിങ്ങൾ കെടുത്തിക്കളയരുത്. നിങ്ങൾ ചാടിക്കയറി ഇപ്പം ഒരു പാർട്ടി ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും പാർട്ടി ഉണ്ടാക്കാം. എത്രയോ പാർട്ടികളുണ്ട് ഇല്ലേ? ആർക്ക് വേണമെങ്കിലും പാർട്ടി ഉണ്ടാക്കാം. പാർട്ടി ഉണ്ടാക്കി എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ 7-8 മാസത്തിനകം വെച്ച് ഇലക്ഷൻ വരുന്നുണ്ട് കേരളത്തിൽ. നിങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നിർത്തി. ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്, ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. 100-100 ചില്ലാനം വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി പോലും കിടന്ന് പെടാപ്പാട് ഇവിടെയാണ്. അവിടെ ഏറ്റവും താഴെത്തട്ടിൽ അവർക്ക് ആൾക്കാരില്ല. അപ്പം അൻവർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ബൂത്ത് ലെവലിൽ തൊട്ട് മണ്ഡലം ലെവലിൽ തൊട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഇതിനാകുമ്പറ്റി ഇതിങ്ങനെ സെറ്റപ്പാക്കി കോൺക്രീറ്റാക്കി അൻവറിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ പാർട്ടിയിലേക്ക് വരാൻ പറ്റൂ. അല്ലാതെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഈ കിരാത ഭരണം അവസാനിപ്പിക്കാൻ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ എത്ര പേര് വരും? അപ്പോൾ ഈ തുടക്കത്തിൽ അതുകൂടാതെ ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ നിർത്തുന്നെന്ന് വെച്ചോ, പാർട്ടി ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ അൻവർ MLAയുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ നിർത്തി എന്തോ സംഭവിക്കാൻ പോകുന്നത്? BJPക്കാർ വന്ന് അൻവറിന് വോട്ട് ചെയ്യുമോ? ഇല്ല. CPMക്കാർ, ഹാർഡ് കോർ CPMക്കാർ വോട്ട് ചെയ്യുമോ? ഇല്ല. പിന്നെ കിട്ടുന്ന വോട്ട് കോൺഗ്രസിൻ്റെ ആയിരിക്കും. കോൺഗ്രസ്സിലാണല്ലോ ഈ നിഷ്പക്ഷ വോട്ടുകളും. അതുകൊണ്ടാണല്ലോ ചെറിയ പൂരം കലക്കിയപ്പോഴത്തേക്ക് അടപടലെ അങ്ങ് മാറിയതും നമ്മുടെ കരുണാകരൻ്റെ മോൻ 3-ാം സ്ഥാനത്തേക്ക് പോയതും. അപ്പോൾ അതുകൊണ്ട് അതൊരു വർഗീയത കളിക്കുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും, യാതൊരു സംശയമില്ല. അതുകൂടാതെ അൻവറിൻ്റെ പാർട്ടി പിടിക്കാൻ പോകുന്ന വോട്ടുകളെന്ന് പറയുന്നത്, അഥവാ അങ്ങനെ പാർട്ടി ഉണ്ടാക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആശ. ഉണ്ടാക്കാം, നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാം. പക്ഷേ പിടിക്കാൻ പോകുന്ന വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. ഈ 2020 പിടിച്ചത് മൊത്തം കോൺഗ്രസിൻ്റെ വോട്ടാണ്. ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഇലക്ഷൻ നിർത്തിയ പഞ്ചായത്ത് ലെവലിലായാലും പിടിച്ചതെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചാൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ? എങ്ങനെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം? ഇന്നും അൻവർ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ എല്ലാ ആദരവോടും പറയും നിങ്ങളങ്ങ് രാജിവെച്ചങ്ങ് മാറിപ്പോ. അപ്പോൾ അതാണ് അൻവറിൻ്റെ ഉദ്ദേശം, ഇവിടെ ഉള്ള മിക്ക വോട്ടേഴ്സിൻ്റെയും ആവശ്യം. അപ്പോൾ ആ ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ
കോൺഗ്രസിൻ്റെ വോട്ടിനും പിടിച്ച് മാറ്റിക്കൊണ്ടല്ല നിങ്ങൾ കാര്യം സാധിക്കാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് മാറപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പുറത്തെ സൈഡിൽ വർഗീയത ഇളക്കി വിട്ടിട്ട് ഒരു സെഗ്രിഗേറ്റഡ് ആയിപ്പോവും, അങ്ങ് വേറെ ലെവലിലായിപ്പോവും. അപ്പം കോൺഗ്രസിൻ്റെ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അപ്പുറത്ത് പിണറായി വിജയനും RSSുമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് മുകളിൽ കയറി വരികയും ചെയ്യും. നെയ്തർ യു വിൽ വിൻ നോർ യു വിൽ ലെറ്റ് കോൺഗ്രസ് വിൻ. അപ്പോൾ അതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുത്തിയാടി ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു പുതിയ കേരളത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. പുതിയ ഒരു അഴിമതിരഹിത ഒരു കേരളത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കെടുകാര്യസ്ഥതയും പിൻവാതിൽ നിയമനം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിക്കും അൻവറിനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അൻവർ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസുമായിട്ട് സഹകരിച്ചേ പറ്റൂ. ബിക്കോസ് യു ഹാവ് ഗോട്ട് നോ അതർ ഓപ്ഷൻ. ഒറ്റയ്ക്ക് നിന്നാൽ നിങ്ങൾ അഡ്രസ്സ് കാണത്തില്ല, യാതൊരു സംശയമില്ല. ഈ കാണുന്ന ആവേശമൊന്നും ആളുകൾ വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ആവേശം കണ്ടുകൊണ്ടൊന്നും എല്ലാവരും വന്ന് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് യു വിൽ ഹാവ് ടു ഹെൽപ്പ് കോൺഗ്രസിനോട് നിങ്ങൾ വില പേശി നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം. എന്നിട്ട് ജയിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കുന്ന കുറേ MLA കിട്ടും, നിങ്ങൾക്ക് ചോദിക്കുന്ന സ്ഥാനം കിട്ടും, മന്ത്രിസ്ഥാനം കിട്ടും, എല്ലാ പദവികളും നിങ്ങൾക്ക് വരും. അവരുമായിട്ട് സഹകരിച്ച് നോക്കുക. അടുത്ത 5 വർഷം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആവും. അല്ലാതെ ഇപ്പോൾ കയറി നിങ്ങൾ പാർട്ടി ഉണ്ടാക്കിയാൽ ഈ 2020 3 കോടി രൂപയാണ് 8 കോടി എത്രയാണ് ഒരു PR വർക്കിന് കൊടുത്ത കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് പൂനെയിൽ നിന്നുള്ള ഒരു ഗ്യാങ്ങിന് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സത്യമാണോ ഇല്ലയെന്ന് നമ്മൾ അറിയത്തില്ല, നമ്മൾ കണ്ടതുമില്ല. അപ്പോൾ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ടും എവിടെ എത്തിയിട്ടില്ല. അതൊക്കെ കേരളമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് പെരുമാറിയാൽ ഈ കേരളത്തിന് നല്ലത്, നിങ്ങൾക്കും നല്ലത്, എല്ലാവർക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.